പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60,80,00,000 രൂപ നിക്ഷേപിച്ചു. റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് RCFL 19/4/2018 നടന്ന KFCയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്. RCFL റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെയാണ്. അപ്പോൾ ഈ 2018 എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത്. 2018 എന്ന് പറഞ്ഞത് 2015 മുതൽ ഈ 18 കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണ്. 60,80,00,000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം. അതായത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലുമെല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനം, സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത്. ഏറ്റവും രസം 2018-19 KFCയുടെ ആനുവൽ റിപ്പോർട്ട്, അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു. അതിൽ എഴുതിയേക്കുന്ന ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് NCD ₹6080 lakhs എന്നാണ്. അതായത് ഈ RCFL എന്നുള്ള പേരില്ല. 2019-20 ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു. 18-19 മറച്ചു വെച്ചു. 19-20 ഈ കമ്പനിയുടെ പേര് KFCയുടെ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ല. മനസ്സിലായില്ലേ? പിന്നീട് ഈ പേര് വരുന്നത് പിന്നീട് വരുന്നത് 2020-21 റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ NCD RCFL എന്ന് വരുന്നത്. ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക്. ഈ NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നാണ് ഇതിൽ വരുന്നത്. ഇനി ഈ KFC SFC ആക്ട്, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 33-ാം വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാൻ പാടും. അതാണ് ഈ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ച് 2019-18 നിക്ഷേപിക്കുന്നത്. കേട്ടോളാം. 2019 ഈ കമ്പനി പൂട്ടി, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യും. 19 ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7,09,00,000 രൂപ കിട്ടി നമുക്ക്. ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് 7,09,00,000 രൂപ. 60,80,00,000 രൂപയാണ് നമ്മൾ ചെയ്തത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടി രൂപയാണ്. 101 കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത്. 101 കോടി രൂപ. 60,80,00,000 നിക്ഷേപിച്ചത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടിയാണ്. ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ 7,09,00,000 പലിശ അടക്കം. ഈ 60 കോടിയുടെ പലിശ അടക്കം നമ്മൾ നിങ്ങൾക്ക് പലിശ കിട്ടുന്നുണ്ടല്ലോ, നിക്ഷേപമല്ലേ, ആ നിക്ഷേപത്തിന്റെ പലിശ, ഇത്രയും പൈസ KFC ഏതെങ്കിലും MSMEക്ക് ലോണാ കൊടുത്തെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ്. ഗ്യാരണ്ടി വേണ്ടേ? ഗ്യാരണ്ടി ഇല്ലാതെ KFC ലോൺ കൊടുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടാവും. പലിശ നല്ല പലിശയാണ്. നല്ല പലിശയ്ക്ക് പണം ഇങ്ങോട്ട് കിട്ടും. പൈസ അടച്ചില്ലെങ്കിൽ അത് KFC ജപ്തി അല്ലേ? അതിനല്ലേ KFCയുടെ ഫണ്ട്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം അവിടെ നിക്ഷേപിച്ചു. 101 കോടി. 7,09,00,000.
അല്ല, അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് 101 കോടി. മറ്റതുകൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു, 7 ചില്ലാൻ കോടി കൂടി കിട്ടണ്ടായിരുന്നു. നമുക്ക് നഷ്ടം 101 കോടിയുണ്ട്, 96 അല്ല, 101 കോടി രൂപയുടെ നഷ്ടം. 2018 നിക്ഷേപിച്ചു, 19 ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ 7 കോടി രൂപ നമുക്ക് കിട്ടിയത്. ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ്. മുങ്ങാൻ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ്. പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല, ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുക. ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ 2018 ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു. അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത്. നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒരു അന്വേഷണം നടത്തണ്ടേ? വിശ്വാസ്യത എന്താണ്? അവരുടെ സ്റ്റേച്ചർ എന്താണ്? ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്? എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ? ആരാ പരിശോധിക്കേണ്ടത്? ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു, കമ്മീഷൻ വാങ്ങിയിട്ടാണ്. ഇനി 11ാം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചാളെ നമ്മൾ നോക്കുമായിരുന്നു. നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് പരിശോധിക്കണ്ടേ? ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യമന്ത്രിയോട്. ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ട് എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമം? KFCയിൽ ചോദ്യം അയച്ചു കൊടുത്താൽ പോരെ? ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ലെജിസ്ലേച്ചറിൽ നിന്ന് അദ്ദേഹത്തിന് പോകും, ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോകും. അവിടെ നിന്ന് KFCയിലേക്ക്, തിരുവനന്തപുരത്തല്ലേ KFC, ഫോണിൽ വിളിച്ചു വെച്ചാൽ കിട്ടുമല്ലോ ഇൻഫർമേഷൻ. ഇതില്ലേ? ഇതുവരെ നിയമസഭയിൽ ഉത്തരം തന്നിട്ടില്ല. അപ്പോൾ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡുമായി നടത്തിയ ഈ നിക്ഷേപത്തിൻ്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. 100 അല്ല, യഥാർത്ഥത്തിൽ ഒരു 25 കോടി ഒരു സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ ഒരു 100 കോടി രൂപയുടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ, ഈ ലോൺ കൊടുക്കുകയുള്ളൂ. സേഫ് ആണെന്ന് കണ്ടിട്ട് ഗ്യാരണ്ടി കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തുന്നത്. ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല. കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല. അറിയാതെ പറ്റിയ അബദ്ധമാണെങ്കിൽ ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവർ കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതിന് ഉത്തരം പറയണ്ടേ? ഇതാരുടെ പൈസയാണ്? ഗവൺമെൻറ് എക്സ്ചക്കറിലെ പൈസയല്ലേ, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ? എന്നിട്ട് ഇപ്പോൾ 23-24 റിപ്പോർട്ടിലും വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. KFCക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടണം. ഏറ്റവും പ്രധാനമായി അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടി നിക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ, മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്.